ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ട്രഡീഷണൽ സ്റ്റൈലിൽ ഒരു ക്യാരറ്റ് ഹൽവ വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഫ്ലേവറിലാണ് ഇത് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുത്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. പിന്നെ ആരെങ്കിലും ഈ ചാനൽ ഇന്ന് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ഹൽവ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന 4 മീഡിയം സൈസ് ആയിട്ടുള്ള ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ കപ്പ് മെഷർമെൻറ്റിൽ പറയുവാണെങ്കിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്തതിന് ശേഷമുള്ള അളവ് പറയുകയാണെങ്കിൽ 2.5 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റാണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് എടുക്കുന്ന സമയത്ത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള നോർത്ത് ഇന്ത്യ സൈഡിൽ നിന്നൊക്കെ വരുന്ന ആ ഒരു റെഡ് കളറിലെ ക്യാരറ്റ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. ഞാനിപ്പോൾ സാധാരണ ക്യാരറ്റ് വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി കാണിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതാണ് നെക്സ്റ്റ് ഉള്ളതാണ് ഇതിലെ പ്രധാന സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1/2 ലിറ്റർ പാല് ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്തിട്ടാണുള്ളത്. ഇപ്പോൾ ഈ 1/2 ലിറ്റർ പാല് നമ്മളൊന്ന് കുറുക്കി എടുക്കണം. 1/2 ലിറ്റർ ഇപ്പോൾ 500 ml പാലാണ് നമ്മൾ ചേർത്തിട്ടുള്ളതെങ്കിൽ അതൊരു 250 ml ആകുന്ന രീതിയിൽ നമ്മളൊന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം. ക്യാരറ്റ് ഹൽവ ശരിക്കും ട്രഡീഷണലി ചെയ്യുമ്പോൾ പാല് വറ്റിച്ചിട്ട് അതിൻ്റെ ക്രീം കൂടി എടുത്തിട്ടാണ് സാധാരണ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ജസ്റ്റ് പാല് കുറുക്കി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടാണ് ഈ ഒരു റെസിപ്പി കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ശരിക്കും നമ്മൾ സാധാരണ ചെയ്തെടുക്കുന്നതിനേക്കാളും വളരെയധികം ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ക്രീം വരുന്ന സമയത്ത് പാല് വറ്റി വരുമ്പോൾ ഇതുപോലെ ക്രീം വരുമ്പോൾ ജസ്റ്റ് തവി വെച്ചിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു പാനിനകത്തോട്ടേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നെയ്യൊന്നും ചേർത്ത് കൊടുക്കരുത്. ജസ്റ്റ് പാൻ ഒന്ന് വെച്ചിട്ട് ചെറുതായിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ തവി വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നമ്മൾ അതായത് ജസ്റ്റ് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അതല്ലെങ്കിൽ പെട്ടെന്ന് ക്യാരറ്റ് കരിഞ്ഞൊക്കെ പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഇതിനകത്ത് ക്യാരറ്റിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുന്നത് വരെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിങ്ങനെ യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ മതി. ആദ്യമേ തന്നെ നമ്മൾ നെയ്യ് ചേർത്ത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഇപ്പോൾ ഒരു കറക്റ്റ് 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്യാരറ്റൊക്കെ കുറച്ചുകൂടി നല്ലൊരു സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിനകത്തോട്ടേക്കുള്ള മധുരം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കപ്പ് മെഷർമെൻറ്റിൽ നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പൊടിച്ച പഞ്ചസാരയൊന്നല്ല, അല്ലാതെ തന്നെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. തവി വെച്ചിട്ട് കൈ എടുക്കാതെ തന്നെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. പഞ്ചസാര നന്നായിട്ട് ഉരുകി ക്യാരറ്റുമായിട്ട് ചേർന്ന് അപ്പോൾ ക്യാരറ്റിൽ നിന്ന് വരുന്ന വെള്ളവും അതുപോലെ തന്നെ പഞ്ചസാര ഉരുകി വരുന്ന ആ ഒരു വെള്ളമൊക്കെ കൂടി കുറച്ചുകൂടി കണ്ടില്ലേ, കുറച്ചൊന്ന് ലൂസായിട്ടുള്ള ഈ ഒരു പാകത്തിനാണ് നമുക്ക് റെഡി ആയി കിട്ടുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വറ്റിച്ചെടുക്കണം. പഞ്ചസാര ഉരുകി വന്ന ആ വെള്ളവും അത് ക്യാരറ്റിൽ നിന്ന് വന്ന വെള്ളമൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വറ്റിച്ചെടുക്കണം. ഇതിനകത്തെ പ്രധാന ഒരു ടിപ്പാണ്, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് വറ്റിച്ചെടുത്ത് ഇതുപോലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഈ ഒരു പാകത്തിന് വരുന്ന സമയത്ത് വേണം നമ്മൾ ഇതിനകത്തോട്ടേക്ക് നമ്മൾ നേരത്തെ കുറുക്കി വറ്റിച്ച് വെച്ചിരിക്കുന്ന പാല് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പാല് ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പാല് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ മധുരം ബാലൻസ് ചെയ്യാൻ ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഏലക്കപ്പൊടിയാണ്, ഞാനിപ്പോൾ പഞ്ചസാരയും ഏലക്കയുടെ കുരു മാത്രം എടുത്തിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇത്രയും ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നെയ്യും ആ ഒരു ഉപ്പിൻ്റെയൊക്കെ ടേസ്റ്റ് നല്ലതുപോലെ എല്ലാ സൈഡിലും വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു 5 മിനിറ്റിൽ ഹൈ ഫ്ലെയിമിലിടുക. ഇത്രയും നേരം നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിലിടുക. ഇടയ്ക്ക് മാത്രം വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ പാല് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വറ്റിച്ചെടുക്കണം, നന്നായിട്ട് ഡ്രൈ ആകുന്ന രീതിയിൽ. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല കുഴഞ്ഞ പാലൊക്കെ ശരിക്കും വറ്റി നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുന്ന സമയത്ത് ഇതിനകത്തോട്ടേക്ക് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ കുറച്ച് നട്ട്സാണ്, ഞാനിപ്പോൾ കശുവണ്ടി പരിപ്പും അതുപോലെ തന്നെ കുറച്ച് പിസ്ത, ബദാം ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് സെപ്പറേറ്റ് നമ്മൾ നെയ്യിൽ മൂപ്പിച്ചിട്ടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയത്താണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചാൽ മതി. നമ്മൾ ഒത്തിരി ഡ്രൈ ആക്കിയിട്ട് ഒരിക്കലും റെഡിയാക്കി എടുക്കരുത്. അപ്പോൾ പിന്നെ നമ്മളത് ചൂടാറുന്ന സമയത്ത് ഒന്നുകൂടി അങ്ങ് വളരെ ഡ്രൈ ആയിട്ട് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ചൊന്ന് കുഴഞ്ഞ രീതിയിലാണ് ഹൽവ എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക. ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ബൗളിനകത്തോട്ടേക്ക് മാറ്റാം. അപ്പോൾ ഞാനൊരു സെർവിങ് ബൗളിനകത്തോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാകുക. ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നട്ട്സ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. ഞാനിപ്പോൾ കുറച്ച് പിസ്തയാണ് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.